നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി. സർ, ഈയിടെ ശ്രീ നമ്മുടെ കവിയും താങ്കളുടെ സുഹൃത്തുമായ ശ്രീ സച്ചിദാനന്ദൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു ഇടതുപക്ഷത്തെ പറ്റി, ഇന്നത്തെ കേരള സർക്കാരിനെ പറ്റി. അദ്ദേഹത്തെ ഇടതുപക്ഷം കൈകാര്യം ചെയ്ത രീതി വളരെ വ്യത്യസ്തമായിരുന്നു. ഇത് നമ്മൾ നോട്ടീസ് ചെയ്യാൻ കാരണം ഇതേ രീതിയിൽ വളരെ ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു നടൻ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് വന്നു. അദ്ദേഹം ആശാസമരത്തിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി. എന്നിട്ട് റസീൽ പൂക്കുട്ടി, ഇപ്പോഴും പല വാട്സപ്പ് ഗ്രൂപ്പുകളും റസീൽ പൂക്കുട്ടി താങ്കൾ പറഞ്ഞ മോഡി സ്തുതി പറഞ്ഞ കുട്ടിയെ ചെയർമാനാക്കി. അപ്പോൾ പ്രേംകുമാർ 2-3 ദിവസമായി അതൊരു ഇഷ്യൂ ആക്കി. അതായത് എന്നെ പോലുള്ള ഒരാളെ തൂത്തെറിയാൻ അവർക്ക് ഒരു ഇഷ്യൂ ഉള്ളൂ. അതിലും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ ശ്രീ സച്ചിദാനന്ദനെ അവർ ഒന്നും ചെയ്യുന്നില്ല. അതായത് സർക്കാർ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ തലപ്പത്തിരിക്കുന്ന സീനിയർ ആൾക്കാർ സർക്കാരിൻ്റെ പിന്നിയാളുകളായിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണോ ഇതിനർത്ഥം? അന്നാണോ പ്രേംകുമാർ പറഞ്ഞു വരുന്നത്? അതോ അതാണോ അദ്ദേഹത്തിനെ മാറ്റാനുള്ള കാരണം? ഇതാണോ പൊതുബോധം എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പൊതുബോധം ഞാൻ പ്രേംകുമാറിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. കാരണം ആ കാലത്ത് തന്നെ, അതായത് അദ്ദേഹം വളരെ സ്തുത്യർഹമായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത്, അതായത് നമ്മുടെ രഞ്ജിത്ത് പോയതിന് ശേഷം അവിടെ താങ്കൾക്കറിയാമല്ലോ, ചലച്ചിത്ര അക്കാദമിയിൽ അവരുടെ പ്രവർത്തന രീതിയിൽ തന്നെ വളരെ ചെറിയ ഫണ്ടുകളും ബലത്തിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായി ചലച്ചിത്ര അക്കാദമി മാറിയിരിക്കുകയാണ്. അതായത് ഫിലിം അവാർഡുകൾ കൊടുക്കലും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തൽ മാത്രമാണ് ഇന്ന് കാര്യമായിട്ട് അതിനെ ചലച്ചിത്ര അക്കാദമി എന്നുള്ള സ്ഥാപനത്തെ നിലനിർത്തുന്നത്. അതുപോലും വളരെ വളരെ രഞ്ജിത്തിന്റെ കീഴിൽ അത് ഭംഗിയായി നടക്കാതിരിക്കുകയും രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വന്ന് വളരെ എംബാരസിംഗ് ആയിട്ട് ഒരു കണ്ടീഷനിലാണ് പ്രേംകുമാറിനെ പോലെ. അത് പ്രേംകുമാർ പാർട്ടി മെമ്പർ അല്ല, അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിയുടെ ഇപ്പൊ എന്നെയൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള പലരെയും സച്ചിദാനന്ദനെയൊക്കെ പോലെ ഇടതുപക്ഷ അനുഭാവിയാണ്. വളരെ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ഒരു, താങ്കൾ ഈ പറയുന്ന പോലെ വലിയ ഹൈ റേറ്റിംഗ് ഒന്നുമില്ലാത്ത, എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി പോലെയോ മോഹൻലാൽ പോലെയോ നമുക്ക് രാഷ്ട്രീയമായി തിരിഞ്ഞാൽ നമുക്ക് വോട്ട് നഷ്ടമോ അല്ലെങ്കിൽ ആരാധകരുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഒരു ഭയവും അദ്ദേഹത്തെ കുറിച്ചില്ല. പ്രേംകുമാറിനെ കുറിച്ച്, പ്രേംകുമാറിനെ അപമാനിച്ചാൽ ഒരു വോട്ട് പോലും പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ച് വൈസ് ചെയർമാൻ ആക്കിയതുമാണ് സഖാവ് കൊടിയേരി. അതും വളരെ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇത് ആഗ്രഹിച്ച എന്തെങ്കിലും അക്കാദമിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി നിന്നയാളല്ല. അദ്ദേഹത്തെ പാർട്ടി വിളിച്ച് നിങ്ങൾ വൈസ് ചെയർമാൻ ആയിരിക്കണം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് രഞ്ജിത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹം വളരെ വളരെ അതിലേറ്റവും ദുഃഖകരമായ കാര്യം, അദ്ദേഹം തന്നെ ഒരുക്കിയ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ തലേന്ന് ആ ഫെസ്റ്റിവലിൽ കാലെടുത്തു കുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരു BJP RSS പരസ്യ അനുഭാവിയെ ഒരു ഇടതുപക്ഷ സർക്കാർ കരിവേപ്പില പോലെ വലിച്ചെറിയുന്നതാണ് ഞാൻ കണ്ടത്. വസ്തുത്തിൽ അന്ന് വേണ്ടത്ര എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? അത് ഞാൻ സമ്മതിക്കുന്നു. സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട് അതിലും സീരിയസ് ആയിട്ട്. അതായത് ശ്രീ സച്ചി മാഷ് പറഞ്ഞ ഇടതുപക്ഷ വിമർശനം അത് സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരുന്ന് അദ്ദേഹത്തിന് പറയാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് സച്ചിദാനന്ദനുള്ള നാളെ ആര് ഒരു കൾച്ചറൽ ഒരു സാഹിത്യ അക്കാദമിയെ പോലെ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയെ പോലെ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന് തലപ്പത്ത് അപ്പോയിന്റ് ചെയ്താൽ സർക്കാരിൻ്റെ ജിഹ്വ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നാവായി മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതാണ് എനിക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയത്. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത നിങ്ങളുടെ സാംസ്കാരികമായ പേഴ്സണാലിറ്റി, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇടതുപക്ഷം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, വലതുപക്ഷം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, പക്ഷെ അതൊക്കെ കളഞ്ഞിട്ട് സർക്കാരിൻ്റെ നയം എന്തോ അത് മാത്രമേ സംസാരിക്കാവൂ എന്ന് പറയുന്ന ഒരു സ്ഥിതി എനിക്കൊന്നും ഭയാനകമാണ്. അത് സച്ചിദാനന്ദന്റെ കാര്യത്തിൽ അതില്ല എന്നാണല്ലോ പ്രേംകുമാർ ആരോപിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അതിന് ഞാൻ കാണുന്ന കാരണം പറയാം.
സച്ചിദാനന്ദൻ ഇപ്പോഴും ഒരു സാംസ്കാരിക കേരളത്തിന്റെ ഐക്കോണാണ്. തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ പറയുന്നതിന്റെ പേരിൽ സച്ചിദാനന്ദനെ പുറത്താക്കിയാൽ വോട്ട് പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം വോട്ട് UDF-ലേക്കോ BJP-യിലേക്കോ പോകും. പക്ഷേ അതുണ്ടാക്കാവുന്ന മാധ്യമ ഒരു 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 ഇതുണ്ടല്ലോ, ഉണ്ടാക്കാവുന്ന ഒരു കൾച്ചറൽ ഒരു ചെറിയ ഒരു അനക്കം, ആ അനക്കം മാധ്യമങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സച്ചിദാനന്ദനെ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇതിന്റെ പേരിൽ LDF-ന് അതിന്റെ കുരിശ് ചുമക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് വളരെ വളരെ കൃത്യമായി സച്ചിദാനന്ദൻ ഇപ്പോൾ തുടരുന്നത് അദ്ദേഹത്തിന്റെ പീരിയഡ് കഴിഞ്ഞതിന് ശേഷമുള്ള തുടർച്ചയുടെ ഭാഗമായി നിൽക്കുകയാണ്. ഇദ്ദേഹം സഖാവ് MA ബേബി വ്യക്തിപരമായി അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് സച്ചിദാനന്ദൻ ഈ സ്ഥാനം തന്നെ എടുക്കുന്നത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വരുന്നതും അദ്ദേഹത്തെ ഇതിന് സമ്മർദ്ദം ചെലുത്തുന്നു. കോടിയേരി പ്രേംകുമാറിനെ വിളിച്ച പോലെ നിങ്ങൾ ചെയ്തേ പറ്റൂ, നിങ്ങളൊരു അനുഭാവിയാണെങ്കിൽ എന്ന മട്ടിലാണ് സഖാവ് MA ബേബി വ്യക്തിപരമായി സച്ചിദാനന്ദനെ നിർബന്ധിച്ച് ഈ സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് വ്യത്യാസം എന്താന്ന് വെച്ചാൽ, പ്രേംകുമാറിനെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, സച്ചിദാനന്ദനെ അത് ഒരു മാധ്യമ സംഭവമാവും, അത് ചർച്ചാ വിഷയമാവും, നമ്മളെ അത് തെരഞ്ഞെടുപ്പിൽ ദോഷമായി ബാധിക്കും. അതുകൊണ്ടാണ് അശോകൻ ചെരുവിലും പിന്നെ ജില്ലാ സെക്രട്ടറിയുമെല്ലാം സച്ചിദാനന്ദനെ കാണാൻ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം താൻ ഇടതുപക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നതെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതെല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി. അദ്ദേഹം UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ ആ പറഞ്ഞതിന്റെ ഫോർമുലേഷനിൽ ബലത്തിൽ അത് UDF-നെ ജയിപ്പിക്കാനുള്ള ആഹ്വാനമായി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയും എന്തിനാണ് പറയുന്നത്, ശിവൻകുട്ടി സച്ചിദാനന്ദനെ പറഞ്ഞത് UDF-ന്റെ കോടാലിക്കൈ എന്നാണ്. ഏതാ ഒരു മന്ത്രി നിരവധി, ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളായതുകൊണ്ട് CPM-ന്റെ സൈബർ ഹാൻഡിലുകളും നേതാക്കന്മാരും സച്ചിദാനന്ദനെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്നിട്ടും അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ബുദ്ധി അവരെ കൊണ്ട് എത്തിച്ചത് സച്ചിദാനന്ദനെ ഇപ്പോൾ വെറുപ്പിച്ചു പറഞ്ഞയക്കേണ്ട, അദ്ദേഹം സ്വയം രാജിവെച്ചാലും പാർട്ടിക്ക് ദോഷം, അദ്ദേഹത്തെ പറഞ്ഞയച്ചാലും പാർട്ടിക്ക് ദോഷം. അതുകൊണ്ട് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് കാലം വരെ കഴിച്ചു കൂട്ടാം എന്നുള്ള ഒരു അടവിന്റെ ഭാഗം മാത്രമായിട്ടാണ് സച്ചിദാനന്ദനെ അവർ സഹിക്കുന്നത്. കാരണം എനിക്കറിയാം, ഇപ്പൊ രണ്ടുപേരെ അശോകൻ ചെരുവിൽ പാർട്ടി അംഗവും പാർട്ടിയുടെ പേരിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗവുമായി വളരെ വർഷം നിൽക്കുകയും അതിന്റെ പെൻഷൻ സുഖകരമായിട്ടുള്ള ഒരു അദ്ദേഹമാണ് നടത്തിപ്പ് അക്കാഡമി. CP അബൂബക്കർ രണ്ടും പാർട്ടിയുടെ അംഗങ്ങളാണ്. അവർ സച്ചിദാനന്ദന് സാഹിത്യ അക്കാദമിയിൽ എത്രത്തോളം ഓട്ടോണമി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്തെല്ലാം തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ സംശയം. എന്നിട്ടും അദ്ദേഹം തുടരുന്നത് എന്താണെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തുടരാൻ കഴിയുക? അപ്പൊ പറഞ്ഞു, ബേബിയോട് ഞാൻ കൊടുത്തൊരു വാക്കാണ്. അപ്പൊ ഞാൻ ബേബിയോട് പറഞ്ഞു, നിങ്ങൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം, അദ്ദേഹത്തെ ഈ കുരിശിൽ കയറ്റിയതിന് ശേഷം നിങ്ങൾ കൈയൊഴിയരുത് എന്ന് ഞാൻ തമാശ രൂപത്തിൽ പറയുകയുണ്ടായി പറഞ്ഞു ബേബിയോട്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോഴും സച്ചിദാനന്ദൻ ഈ കുരിശ് പേറേണ്ടതില്ല. അദ്ദേഹത്തിന് എന്തിനാണ് ഈ കുരിശ് പേറേണ്ടത്? അദ്ദേഹത്തിന് CPM-ന്റെ കീഴിലുള്ള ഒരു അക്കാഡമിയുടെ അധ്യക്ഷനായിരിക്കുന്നത് വ്യക്തിപരമായ ഒരു നേതാവിനോടുള്ള ഒരു അടുപ്പം കൊണ്ട് ഏറ്റ കാര്യം. എന്തിന് ഈ കുരിശ് പേറണം? സ്വന്തം നൈതികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് അത് നേരത്തെ ചെയ്യണമായിരുന്നു. ആദ്യം തുടർച്ചയായി ഇത്തരം വിമർശനങ്ങൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് എതിരെ അദ്ദേഹം ഉയർത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രവൃത്തിയായി വരണമെങ്കിൽ ഇതിൽ തുടരുന്നതിൽ അർത്ഥമില്ല. ഞാൻ എൻ്റെ നൈതികത അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രമാത്രം വിമർശനം, അടിസ്ഥാന വിമർശനം, അത് ആശയുടെ കാര്യത്തിൽ മാത്രമല്ല, റസൂൽ പൂക്കുട്ടിയുടെ പിന്നെ നിരവധി കാര്യങ്ങൾ, BJP-യോടുള്ളത് അല്ല, BJP-യോടുള്ള CPM-ന്റെ സമീപനം, എന്തിനാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിനോടുള്ള സമയം, എല്ലാം തുടർച്ചയായി ഒരു ആഭ്യന്തര വിമർശകനെ പോലെയാണ് സച്ചിദാനന്ദൻ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ എത്ര കാലം നിങ്ങൾക്ക് കഴിയാൻ കഴിയും? നിങ്ങളെ ആഭ്യന്തര വിമർശകനായി ആ പാർട്ടി കാണുന്നില്ല, നിങ്ങളെ കോടാലിക്കൈയായിട്ടാണ് കാണുന്നത്.
അപ്പോൾ അദ്ദേഹത്തെ പോലെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി, ഒരു കവി അല്ലെങ്കിൽ ഒരു പൊതുബുദ്ധിജീവി എന്തിന് ഇതിൽ തൂങ്ങി നിൽക്കണം? അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ പുറത്തുനിന്ന് തൃശ്ശൂരിൽ ഞാൻ പറയുന്ന ആ ക്വസ്റ്റ്യൻ വരുന്നത്, ഈ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ സർക്കാരിന്റെ സ്പോക്സ് പീപ്പിൾ ആയി മാത്രമേ കഴിയാവൂ എന്നാണോ താങ്കളും പറയുന്നത്? അല്ല, അവരങ്ങനെ ആഗ്രഹിക്കുകയില്ല. കാരണം അവർ എന്തുകൊണ്ടാണ് സച്ചിദാനന്ദനെ ഇതിൽ അവരോധിച്ചത്? അതായത് ഒരു എന്താ പറയണ്ടേ, ഒരു നോൺ പാർട്ടി മുഖം, ഞങ്ങൾ ലിബറലാണ്, ഞങ്ങൾ ഇത്തരത്തിൽ പാർട്ടിക്കാരെ വെച്ചല്ല നടത്തുന്നത്, ഞങ്ങളുടെ വിശാലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സച്ചിദാനന്ദനെ അധ്യക്ഷനാക്കി അവിടെ ഇരുത്തുന്നത്. എന്നിട്ട് ബലത്തിൽ അശോകൻ ചെരുവിലും CP അബൂബക്കറും സാഹിത്യ അക്കാദമി നടത്തുമെന്ന് നല്ല പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ആലങ്കാരികമായി സച്ചിദാനന്ദനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ നിൽക്കുമ്പോൾ സച്ചിദാനന്ദൻ അറിയാമല്ലോ, സച്ചിദാനന്ദൻ സ്വയം ഇത്രയും ഈ രണ്ടാം പിണറായി സർക്കാരിന് ശേഷമാണ് സച്ചിദാനന്ദൻ ഇത്ര വ്യക്തമായി കൃത്യമായി നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ രാഷ്ട്രീയ വിമർശനം അദ്ദേഹം ഇടതുപക്ഷത്തെ തുടർന്നോട്ടെ, അദ്ദേഹം CPM അനുഭാവിയായി തുടർന്നു കൊള്ളട്ടെ. പക്ഷെ എന്തിന് CPM സർക്കാരിന്റെ ഒരു ശമ്പളക്കാരനാവും? അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴെങ്കിലും ഒരു പോയിന്റ് ഓഫ് സാച്ചുറേഷൻ ഇല്ലേ നിങ്ങളുടെ മനസ്സിൽ? നിങ്ങൾ തുടർച്ചയായി വിമർശിക്കുന്നു, ആ വിമർശിക്കുന്ന പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്നു. ഇത് തമ്മിലുള്ളൊരു വൈരുദ്ധ്യം, ഒരു നൈതിക വൈരുദ്ധ്യം പൊതുബുദ്ധിജീവികൾക്കല്ല, സാധാരണ മനുഷ്യർക്ക് തോന്നില്ലേ ചെറിയാൻ? അതല്ലേ മനുഷ്യന്റെ ധാർമ്മികത എന്ന് പറയുന്നത്? അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ശരി, നിങ്ങളൊരു ദുർബല നിമിഷത്തിൽ ഒരു സ്ഥാനം സ്വീകരിച്ചു, എന്നാൽ നിങ്ങളുടെ അനുഭവത്തിൽ നിരവധി വിമർശനാത്മകമായി ഇതിനെ തുടരേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ത്യ പോളിറ്റിക്സിന്റെ ഭാഗമാണ് സച്ചിദാനന്ദൻ. ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ള അദ്ദേഹം CPM അനുഭാവി മാത്രമല്ല, ഇന്ത്യ ബ്ലോക്കിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ CPM കാണുന്ന പോലെ അല്ല സച്ചിദാനന്ദൻ കാണുന്നത്. സച്ചിദാനന്ദൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന്റെ വക്താവാണ്. അത്തരത്തിലുള്ള വിശാലമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അതല്ലല്ലോ കേരളത്തിലെ CPMന്റെ രാഷ്ട്രീയം. കേരളത്തിന്റെ CPMന്റെ ഇന്നത്തെ രാഷ്ട്രീയം കൂടുതൽ കോൺഗ്രസ് വിരുദ്ധമാണ്, അല്ലാതെ RSS വിരുദ്ധമല്ല. ഇത് സച്ചിദാനന്ദൻ അറിയുന്നതല്ലേ? ഇത് എനിക്കും നിങ്ങൾക്കും അറിയുന്ന കാര്യമല്ല. അതല്ലേ സച്ചിദാനന്ദൻ വെള്ളാപ്പള്ളിയെയും മറ്റും വിമർശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് രണ്ടും, ഈ വൈരുദ്ധ്യം, ഈ താൻ പറയുന്നത് ഞാനിത് കാണുന്നത്, എനിക്ക് തോന്നുന്നത് സച്ചിദാനന്ദൻ മാത്രമായിരിക്കും അങ്ങനെയുള്ള ഒരു സ്ഥാനങ്ങൾ ഇരുന്നുകൊണ്ട് സ്വന്തമായ അഭിപ്രായം പറയുന്നത്. വേറെ ആരും അത് പറയുന്നില്ല എന്നുള്ളതും അതുകൊണ്ട് അത് ശരി. അത്രത്തോളം നല്ലത്, അത്രത്തോളം അദ്ദേഹത്തെ സഹിക്കുന്നതും നല്ലത് CPM എന്ത് കാരണം കൊണ്ടായാലും. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആന്തരികമായിട്ട് നൈതികതയില്ലേ? അതെന്താണ് നിങ്ങൾ പറയാത്തത്? താങ്കളാണെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നിരവധി സംഭവങ്ങളെ നിരന്തരം വിമർശിക്കേണ്ടി വന്നാൽ പിന്നെ അവരുടെ കയ്യിൽ നൽകിയ ഒരു സ്ഥാനത്തിരിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ലേ? നമുക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് അത് കഴിയുന്നു എന്നുള്ളത് തന്നെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നു. ഞാൻ ഇപ്പോൾ പോലും പറയുന്നത്, ഇനിയും വൈകിട്ടില്ല. സ്വന്തം വ്യക്തിത്വവും സ്വന്തം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കുരിശിൽ നിന്ന് ഒഴിയുക. അദ്ദേഹം എത്രയോ വയസ്സായി, അത് അദ്ദേഹത്തിന്റെ ആരോഗ്യവും വളരെ ഇതാണ്. അപ്പൊ അത്തരത്തിലൊരു ഘട്ടത്തിൽ പക്ഷേ സാർ ഒന്ന് ഞാൻ അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ ഈ കുരിശ് ചുമക്കുന്നത് ചിലപ്പോൾ ഇടതുപക്ഷ അനുഭാവിയാകൊണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് പോയിഞ്ഞാൽ അത് താങ്കൾ പറഞ്ഞ പോലെ അതൊരു വേറൊരു ഇഷ്യൂ ആയി സർക്കാർ അതുകൊണ്ടാണ് അതാണ് തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം ഈ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ തലേന്നായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നമായത് അല്ലേ? ഒരു കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് പ്രശ്നമല്ല. ഇത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സർക്കാർ മാറി വരണമെന്ന അരാഷ്ട്രീയ ഒരു തിയറി അവതരിപ്പിക്കുന്ന അർത്ഥം നിങ്ങൾ UDFന് വോട്ട് ചെയ്യണമെന്നല്ലേ? എന്നിട്ടും അദ്ദേഹത്തെ ഔദ്യോഗികമായി പുറത്താക്കാതിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ. രാഷ്ട്രീയമായിട്ട് ബുദ്ധിജീവികൾ മാറിയത് കൊണ്ട് വോട്ടൊന്നും കേരളത്തിൽ എവിടെയും മാറില്ല. ഏറ്റവും ജനപ്രിയനായ MT വാസുദേവൻ നായർ
രാഷ്ട്രീയം മാറിയതുകൊണ്ട് കേരളത്തിൽ ഒരു സാഹിത്യ കുതുക്കി പോലും രാഷ്ട്രീയം മാറ്റില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ബുദ്ധിജീവികളുടെ സ്വാധീനം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എത്ര പ്രശസ്തനും എത്ര വലിയ മമ്മൂട്ടി രാഷ്ട്രീയം മാറ്റിയത് കൊണ്ടോ മോഹൻലാൽ ഒരു BJP അനുഭാവിയാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സ്വകാര്യ ട്രസ്റ്റുകൾ നടത്തുന്ന RSS ആണ്. ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഇനി അതല്ല, അദ്ദേഹം അതുകൊണ്ട് RSSന് വോട്ട് കിട്ടുന്നുണ്ടോ BJPക്ക്? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ONV G ശങ്കരക്കുറുപ്പ് ONVയുടെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. ഞാനത് കവർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ തെരുവിൽ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അയൽക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്ത ബൂത്തുകളിലെ കണക്ക് കണ്ടപ്പോൾ വന്നു. അപ്പൊ ഇത് കേരളത്തിലെ ബുദ്ധിജീവികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും രാഷ്ട്രീയ സ്വാധീനം വട്ടപൂജ്യമാണ്. അത് മനസ്സിലാക്കുന്നത് ഏറ്റവും വാചാലരായ സാഹിത്യകാരന്മാരോട് ഞാൻ പറയാനുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്നത് ഞാൻ പറയട്ടെ, സാമുദായിക നേതാവിനുള്ള സ്വാധീനം ഒരു സാംസ്കാരിക നായകനുണ്ടോ? നമ്മൾ ഏറ്റവും ഇല്ല. സുകുമാർ അഴീക്കോടായിരുന്നു ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ, മനസാക്ഷിയുടെ. അദ്ദേഹം ഒരു നിലപാടെടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്നയാളെ വോട്ട് ചെയ്യണമെന്ന് തൃശ്ശൂർ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമോ? ഇതൊക്കെ ഇതുപോഴും ഈ ബുദ്ധിജീവികളുടെ ഒരു ഭാവം അതാണെന്ന് മാത്രം. പക്ഷെ തീർച്ചയായിട്ടും അവരുടെ വിമർശനം ഉണ്ടാകണം. ഇത് എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരുതരം അഭിപ്രായ രൂപീകരണത്തിന് സഹായിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ പറയുന്നത് അതും അഭിപ്രായ രൂപീകരണത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾക്ക് അറിയും C രാധാകൃഷ്ണൻ. അദ്ദേഹം എവിടെ തുടങ്ങി എവിടെ നിൽക്കുന്നു? അദ്ദേഹം താങ്കൾ അറിയുന്ന പോലെ ഞാൻ ലിങ്ക് ഹൗസിൽ വരുന്നതിന് മുൻപ് പേട്രിയറ്റിൽ ഇടതുപക്ഷ ഒരു സ്ഥാപനത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ശാസ്ത്രവും യുക്തിവാദവുമായി അത്തരത്തിൽ CPIയുടെ കൂടെ നിന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പൊ RSS ഇവിടുത്തെ കാര്യാലയത്തിലെ നിത്യ സന്ദർശകനും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാളുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സാഹിത്യകാരന്മാരുടെ നമ്മൾ അളക്കുന്നത് അവരുടെ ഒരു നൈതികതയല്ലേ? ആ നൈതികത എന്തിനു സച്ചിദാനന്ദൻ നഷ്ടപ്പെടുത്തണം? ഇപ്പൊ KGS ഒരു ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. എത്രയോ കാലമായി ഇടതുപക്ഷ രാഷ്ട്രീയം. B രാജീവൻ, അദ്ദേഹം സച്ചിയും ഒക്കെ ആയിട്ടുള്ള ആ കൂട്ടുകെട്ടിൽപ്പെട്ടവരാണ്. പക്ഷെ അവരൊന്നും വിശാലമായ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണെന്നോ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു നിലപാട് സച്ചിയെ പോലെ എടുത്തിട്ടില്ല. KGS ഒക്കെ ഇപ്പോൾ ഒരു വിമതനെ പോലെ ഒരു മുൻ നക്സലൈറ്റ് അനുഭാവിയെ പോലെയുള്ള കവിതയെഴുത്തും മാർക്സിസ്റ്റ് വിമർശനവുമാണ് B രാജീവനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ ഒന്നിനും ക്ഷണിക്കപ്പെടുകയുമില്ല. അവരെ ഒരു സ്ഥാനത്തേക്കും ക്ഷണിക്കപ്പെടുകയില്ല. ഇപ്പൊ NS മാധവൻ കൃത്യമായി പറയുകയാണ്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് കേരളത്തിൽ വലിയ അപചയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്കാരമായിരുന്നു ഒരിക്കൽ, അത് അല്ലാതായിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയില്ല. അപ്പൊ സച്ചിദാനന്ദനെ സംബന്ധിച്ചിടത്തോളം സച്ചിദാനന്ദൻ മാത്രം ഇതിന് തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ തന്നെ അതിന്റെ പ്രശ്നം കിടക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. സച്ചിക്ക് അത് മനസ്സിലാവേണ്ടതാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലല്ല. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. താങ്കൾ പറഞ്ഞ പോലെ റസൂൽ പൂക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പിലൂടെ ചെയർമാനായ ചലച്ചിത്ര അക്കാദമിയുടെ, അതായത് ഇതൊക്കെ വളരെ വ്യക്തിനിഷ്ഠമായ ചില ആൾക്കാർ പുഷ് ചെയ്ത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള ആളുകളെ എനിക്ക് എത്രയോ പല സ്ഥാനങ്ങളിലേക്കും ഈ രണ്ടാം പിണറായി സർക്കാർ കണ്ടുവച്ചിരുന്നവര് പരസ്യമായി BJP അനുഭാവികളായിരുന്നു. സംഗീത നാടക അക്കാദമി, അതിനകത്ത് പാർട്ടിയിൽ തന്നെ ആളുകൾ ഞെട്ടിപ്പോയ ചില സാംസ്കാരിക മന്ത്രിയുടെ താങ്കൾക്ക് അറിയാമല്ലോ, സാംസ്കാരിക മന്ത്രിക്ക് ഏറ്റവും വലിയ ഇപ്പോഴും താരങ്ങൾ സത്യനും ശാരദയും ഒക്കെ കാലഘട്ടത്തിൽപ്പെട്ട അതൊക്കെയാണ് ഒരു ലോകം. അവരുടെ സാംസ്കാരിക ഭാവുകത്വവും സാംസ്കാരിക നിലവാരവും അദ്ദേഹത്തിന്റെ വളരെ വളരെ പഴഞ്ചനും വളരെ ഫ്യൂഡലുമാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്. അല്ലെ, അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ ശുദ്ധനാണ്. വെറും ഒരു പാർട്ടി അദ്ദേഹം ശുദ്ധനൊന്നുമല്ല, അദ്ദേഹം മണ്ടനാണ്. ശുദ്ധൻ എന്ന് പറഞ്ഞ താങ്കൾ ശുദ്ധൻ മണ്ടന്റെ ബലം ചെയ്യുമെങ്കിൽ ഫ്യൂഡൽ ഫ്യൂഡൽ അത് എം എ ബേബി സച്ചിദാനന്ദനെ കണ്ടെത്തുന്നത് പോലെ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് ഏത് പ്രതിഭയെയാണ് കൊണ്ടുവരാൻ കഴിയുക? താങ്കളൊന്ന് ആലോചിക്കൂ.
അദ്ദേഹത്തിന് ഇപ്പോഴും ശാരദയും ഷീലയും മമ്മൂട്ടിയും ഒക്കെയുള്ള ഒരു കമേഴ്സ്യൽ സിനിമയുടെ ഒരു അന്തരീക്ഷമല്ലാതെ അദ്ദേഹത്തിന് വേറെ എന്താണ് ഭാവുകത്വം, അദ്ദേഹത്തിന് സാംസ്കാരിക ഭാവുകത്വം? നമ്മളത് പറയണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഈ ഇന്നത്തെ സിറ്റുവേഷന്റെ കാരണവും. അത് കാരണം തീർച്ചയായും സച്ചി മാഷിനെ പോലുള്ളവരെ പിന്നെ എന്താണ് മുമ്പിൽ നിർത്തി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സച്ചി മാഷിനെ. അതെ ചെറിയാണ്. റസൂൽ പൂക്കുട്ടിയെയും കെ സച്ചിദാനന്ദനെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു ഇടതുപക്ഷത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഒരു ഇടതുപക്ഷ അപ്പൊ അതുകൊണ്ട് വളരെ അത് സച്ചിദാനന്ദൻ മാഷ്ക്ക് മനസ്സിലാവേണ്ടതല്ലേ? നമ്മളെക്കാൾ എത്രയോ ബുദ്ധിയും കഴിവുമുള്ള ആളാണ് സച്ചിക്ക് ഇത് മനസ്സിലാവേണ്ടതല്ലേ? റസൂൽ പൂക്കുട്ടിയുടെ ഒപ്പമാണ് തന്റെ സ്ഥാനം എന്ന ഒരു സംവിധാനത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിപ്പോഴും ഇങ്ങനെ തുടരാൻ കഴിയുന്നത്? എന്റെ വേദനയാണ് അത്. വാസ്തവത്തിൽ ഇപ്പൊ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു വേദന കൂടിയാണ്. എനിക്ക് തോന്നുന്നത് പൊതുവെ ഇടതുപക്ഷക്കാർക്കും ഒക്കെ ഉള്ള ഒരു വേദനയായിട്ട് നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു ഇഷ്യൂ ഇതാണ് ശരിക്കും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷവും എനിക്ക് തോന്നുന്നത് ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ ഇതുമായിട്ട് നേരിട്ടുകൊണ്ട് ഈ അവസ്ഥയെ നേരിടാനുള്ള ധൈര്യമാണ് ഇടതുപക്ഷം. ഇന്നത്തെ ഈ അവസ്ഥയെ ഈ സാംസ്കാരിക മന്ത്രിയും സാംസ്കാരിക സ്ഥാപനങ്ങളും ഇന്നത്തെ ഭരണം മാത്രം അറിയുന്ന ഒരു ഇടതുപക്ഷം, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം പോലും മറന്ന പ്രക്ഷോഭ രാഷ്ട്രീയം പോകട്ടെ, പ്രക്ഷോഭ രാഷ്ട്രീയം മറക്കാം, 10 കൊല്ലം പ്രക്ഷോഭ രാഷ്ട്രീയമുണ്ടാതെ ഭരണം മാത്രം കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള തനി ഫ്യൂഡൽ മൂല്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മന്ത്രിമാരും മറ്റും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം, മുഹമ്മദ് നബിയും ശ്രീരാമനും യേശുവും സോഷ്യലിസ്റ്റുകളായിരുന്നു. എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? നമ്മൾ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ എന്ന് മുതലാണ് നിങ്ങൾക്ക് ദൈവങ്ങളെ ദേശങ്ങളല്ല പ്രവാചകരെ പിന്നെ സോഷ്യലിസ്റ്റുകളായി അവതരിപ്പിച്ച് വോട്ട് മേടിക്കേണ്ടി വന്നിരിക്കുന്നത്? രാമൻ എന്നു മുതലാണ് ഈ രാമൻ ഹിന്ദുക്കളുടെ പരമദൈവമാവുന്നത് മലയാളികളുടെ ഇടയിൽ എന്നാണ്? അപ്പൊ ഞാൻ പറയുന്നത് ഇത് മൊത്തത്തിലുള്ള നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന കാരണം നമ്മൾ സംസാരിക്കാനാണല്ലോ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഇത് നമ്മളെ വേറൊരു വഴിച്ചിലേക്ക് പെടും എന്നൊരു പേടിയുണ്ട്. നമ്മള് തെറ്റിദ്ധരിക്കപ്പെടാൻ തയ്യാറായിരിക്കണം. തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് സത്യസന്ധത. അല്ലാതെ തെറ്റിദ്ധരിച്ചോട്ടെ, ആക്രമിച്ചോട്ടെ, കടക്കില്ല. പക്ഷെ സത്യം മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ് നമ്മളുടെ ഈ തെക്കു വടക്കിന്റെ എന്നുള്ള ഈ പ്രോഗ്രാമിന്റെ ഞാൻ അതുകൊണ്ടാണ് തെക്കു വടക്കിൽ താങ്കളുമായി സഹകരിക്കുന്നത്. സത്യം പറയുന്ന ഒരു സംഭാഷണമാകണം ഇത്. കാരണം മലയാളികളുടെ അതാണല്ലോ നമ്മുടെ താങ്കളുടെയും എന്റെയൊക്കെ ജനറേഷനിലെ മാധ്യമ പ്രവർത്തനത്തിന് നമ്മളെ കൊണ്ടുപോയതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞ് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ. അത് മുഖത്ത് നോക്കി സത്യം പറഞ്ഞ് സുഹൃത്തുക്കൾ ഇല്ലാതാവുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ. കാരണം നമ്മൾക്ക് അവരുടെ ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു പാർട്ടിയുടെയും നേതാവിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും ചിലവിലല്ല നാം ജീവിക്കുന്നത്. ആ ധൈര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മുഖത്ത് നോക്കി സത്യം പറയാൻ കഴിയണം. ബുദ്ധിജീവിയാണെങ്കിൽ പ്രത്യേകിച്ച്. അതിന്റെ വാസ്തവം. നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ അടുത്ത ദിവസം. താങ്ക് യു.